മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയുടെയും ബി എം സുധീരന്റെയും പിന്തുണ വി ഡി സതീശന് ഇന്നലെ AICC നിരീക്ഷകരെ ഇരുവരും നിലപാട് അറിയിച്ചു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, അങ്ങനെ മുതിർന്ന നേതാക്കളുടെ കൂടെ പിന്തുണ ലഭിക്കുമ്പോൾ സതീശന് കരുത്ത് കൂടുകയാണ്. ഹലോ 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 ആൽവിൻ, കേൾക്കാമോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയുടെയും ബി എം സുധീരന്റെയും പിന്തുണ വി ഡി സതീശന് ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ AICC നിരീക്ഷകരെ ഇരുവരും നിലപാട് അറിയിച്ചു. ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, പറയാം. മുതിർന്ന നേതാക്കളുടെ പിന്തുണ കൂടെ സതീശന് ലഭിച്ചതോടെ സതീശന് കരുത്ത് കൂടുകയാണ്. ആൽവിൻ തോമസ് ചേരുകയുണ്ട്. ആൽവിൻ, പറയാം വിവരങ്ങൾ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. സതീശനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പിന്തുണയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇവിടെ കേരളത്തിലെത്തിയ AICCയുടെ നിരീക്ഷകരായ മുകുൾ വാസിങ്ങിനോടും അതോടൊപ്പം തന്നെ അജയ് മാക്കനോടും രണ്ടുപേരോടും ഈ മുതിർന്ന നേതാക്കൾ സതീശന് പിന്തുണ നൽകുന്നു എന്ന രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവികാരം, ജനത്തിന്റെ പൊതുവികാരം വലിയ തോതിൽ എതിർപ്പുണ്ടാക്കുമെന്നുള്ളതാണ് അവർ അങ്ങനെയാണ് നിരീക്ഷകരുമായി അത്തരത്തിലുള്ള ആശയവിനിമയമാണ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വി എം സുധീരൻ ഇന്നലെ തന്നെ ഏതാണ്ട് പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും എ കെ ആന്റണിയുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആകാംക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എ കെ ആന്റണി, മുതിർന്ന നേതാവ് എ കെ ആന്റണി കൂടി ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് AICC നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്ന് അവർ ഇത് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തിയപ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഈ ഘട്ടത്തിൽ വലിയ പിന്തുണയാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, എണ്ണം അനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇപ്പോഴത്തെ പൊതു സാഹചര്യം കൂടി മനസ്സിലാക്കണമെന്നുള്ള ഒരു ആവശ്യം ഇരു നേതാക്കളും നേരത്തെ AICC നിരീക്ഷകരെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങൾക്കിടവരുമെന്ന തരത്തിൽ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ വി ഡി സതീശനായി പിന്തുണ അറിയിച്ചുകൊണ്ട് നിരീക്ഷകരോട് സംസാരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ആൽവിൻ, നമ്മളിപ്പോൾ അണികളുടെ തെരുവ് യുദ്ധമൊക്കെ കണ്ടു. സതീശന് വേണ്ടിയുള്ള അണികളുടെ തെരുവ് യുദ്ധം കണ്ടു. ഫേസ്ബുക്കിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ളതിൽ. പക്ഷേ അപ്പോഴും ഈ KC യോട് ഹൈക്കമാൻഡ് വിട്ടുനിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അപ്പോൾ അവിടെ MLA-മാരുടെ പിന്തുണ KC-ക്ക് പകരം ചെന്നിത്തലയ്ക്കായിരിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? നേരത്തെ തന്നെ മുതിർന്ന നേതാക്കൾ AICC നിരീക്ഷകരെ ഇന്നലെ അവർ അറിയിച്ചിരുന്നത് ഇതാണ്. അതായത് ഒരു പൊതുവികാരം കണക്കിലാക്കി കൂടി വേണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ, അല്ലെങ്കിൽ സ്ഥാനത്തേക്ക് ആളെ കൊണ്ടുവരാൻ എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യം. അതിൽ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ അത് വലിയ തോതിൽ പൊതുസമൂഹത്തിലും പാർട്ടിക്കുള്ളിലും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാകുമെന്നുള്ളത് അവർ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണം കണക്കാക്കുന്നതിനോടൊപ്പം തന്നെ പൊതുവികാരം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇരുവരും അറിയിച്ചത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ആ പൊതുവികാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണുന്നതാണ്. പലയിടങ്ങളിലും വലിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇവരുടെ നിലപാട് വളരെ നിർണായകമാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് തലമുതിർന്ന നേതാവാണ് എ കെ ആന്റണി. അതുകൊണ്ട് തന്നെ പ്രവർത്തക സമിതി എന്ന നിലയിലും അംഗം എന്ന നിലയിലും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എ കെ ആന്റണിയുടെ ഒരു നിലപാട് അത് വലിയ തോതിൽ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വി എം സുധീരൻ മുൻപ് KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിലപാടും ഇതിൽ കൂടുതൽ നിർണായകമാകുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ ഇരുവരും ഇത്തരത്തിലൊരു നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. എണ്ണം മാത്രം പോരാ, പൊതുവികാരം ഉറപ്പായും കണക്കിലെടുക്കണം. ഇത്രയും വലിയൊരു വിജയം UDF-നെ സമ്മാനിച്ചപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാവൂ എന്നുള്ള ഒരു അഭിപ്രായം അവർ കേന്ദ്ര നിരീക്ഷകരെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അജയ് മാക്കനും മുകുൾ വാസ്നിക്കിനോടും ഇത്തരത്തിൽ പറഞ്ഞ് അവർ ഇന്ന് ഈ വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ ഈ വിഷയങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. ഇനിയും തീരുമാനം വരേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തന്നെയാണ്. ശരി, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയുടെയും ബി എം സുധീരന്റെയും പിന്തുണ വി ഡി സതീശന് ഇന്നലെ AICC നിരീക്ഷകരെ ഇരുവരും നിലപാട് അറിയിച്ചു. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.